ഈ വർഷം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഏകദിന മത്സരങ്ങൾ കളിച്ച് കൂടുതൽ മാച്ച് ഫീ നേടിയ താരമാരായിരിക്കും. ആളൊരു സർപ്രൈസ് താരമാണ്. രോഹിത് ശർമ്മയോ വിരാട് കോഹ്ലിയോ അല്ല ആ ആൾ എന്നതാണ് ഇതിലെ സർപ്രൈസ്. നമുക്കറിയാം, ഈ വർഷത്തെ അവസാന പരമ്പരയ്ക്ക് ഇറങ്ങുകയാണ് ടീം ഇന്ത്യ. സൗത്ത് ആഫ്രിക്കയുമായുള്ള ടെസ്റ്റ് പരമ്പരയിലാണ് 2023 ഇന്ത്യ അവസാനം കളിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇതിനു മുമ്പ് ഏകദിന പരമ്പര സമാപിച്ചിരുന്നു. അപ്പോൾ ഏകദിന ക്രിക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വർഷം കൂടിയായിരുന്നു 2023. കാരണം ഈ ഫോർമാറ്റിൽ 2 വമ്പൻ ടൂർണമെന്റുകളാണ് ഇത്തവണ നടന്നത്. ഒന്ന് ഏഷ്യ കപ്പായിരുന്നെങ്കിൽ രണ്ടാമത്തേത് ICCയുടെ ഏകദിന ലോകകപ്പായിരുന്നു. ക്രിക്കറ്റ് കലണ്ടറിൽ ലോകകപ്പും ഏഷ്യ കപ്പും ഉള്ളതിനാൽ തന്നെ ഈ വർഷം കൂടുതൽ ഏകദിന മത്സരങ്ങളിലും ടീം ഇന്ത്യ കളിച്ചിരുന്നു. 35 ഏകദിന മത്സരങ്ങളിലാണ് ഇന്ത്യൻ ടീം ഈ വർഷം കളിച്ചത്. ഇവയിൽ 27ലും ഇന്ത്യ വിജയം കൊയ്യുകയും ചെയ്തു. 8 ദ്വിരാഷ്ട്ര ഏകദിന പരമ്പരകളിൽ 7ലും വിജയിക്കാനും ഇന്ത്യക്ക് സാധിച്ചിരുന്നു ഈ വർഷം. അപ്പോൾ ഈ വർഷം ഏറ്റവും അധികം ഏകദിന മത്സരങ്ങളിൽ കളിച്ച് മാച്ച് ഫീയിലൂടെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ ഇടംകയ്യൻ റിസ്റ്റ് സ്പിന്നർ കുൽദീപ് യാദവിനാണ് മാച്ച് ഫീയിലൂടെ ഈ വർഷം ഏറ്റവും കൂടുതൽ പണം ലഭിച്ചത്. റിയൽ സർപ്രൈസ്. നിലവിൽ ഒരു ഏകദിന മത്സരം കളിച്ചാൽ BCCI ഒരു താരത്തിന് നൽകുന്ന മാച്ച് ഫീ 6 ലക്ഷം രൂപയാണെന്നതാണ് ഔദ്യോഗികമായ കണക്കുകൾ. അപ്പോൾ 30 ഏകദിന മത്സരങ്ങളിൽ കുൽദീപ് ഈ വർഷം ഇന്ത്യക്കായി കളിച്ചിട്ടുണ്ട്. ഇവയിൽ നിന്നും മാത്രമായി മാച്ച് ഫീ ആയി അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് വരിക 1.8 crores രൂപയാണ്. 30 മത്സരങ്ങളിൽ നിന്നും 49 വിക്കറ്റുകൾ എടുക്കാനും കുൽദീപിന് സാധിച്ചിരുന്നു. ഈ വർഷം ഏകദിനത്തിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ എടുത്തതും കുൽദീപ് തന്നെയാണ്. 15 വിക്കറ്റുകൾ നേടി ലോകകപ്പിലും അദ്ദേഹം തിളങ്ങുകയുണ്ടായി. അപ്പോൾ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച പന്തിൽ നിന്നാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. ബോൾ ഓഫ് ദ വേൾഡ് കപ്പ് എന്ന് തന്നെ പറയാം. ലോകകപ്പിൽ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ പുറത്തായ കുൽദീപിന്റെ പന്ത് വർണ്ണനകൾക്കും അപ്പുറമായിരുന്നു. ഈ ലോകകപ്പിലെ ഏറ്റവും മനോഹരമായ പന്തെന്നാണ് ക്രിക്കറ്റ് ലോകം അന്ന് അതിനെ വിലയിരുത്തിയത്. കുത്തിത്തിരിഞ്ഞ് ബട്ട്ലറുടെ കാലിനും ബാറ്റിനും ഇടയിലൂടെ സഞ്ചരിച്ച പന്ത് വിക്കറ്റിൽ കൊള്ളുകയായിരുന്നു. 7.2 ഡിഗ്രിയിലാണ് പന്തെന്ന് തിരിഞ്ഞത്. ബാക്ക്ഫുട്ടിലേക്ക് വലിഞ്ഞ ബട്ട്ലർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ആ പന്തിൽ അദ്ദേഹം നിസ്സഹായനായി തലയും താഴ്ത്തി നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ലോകകപ്പിൽ 2019 ബാബർ അസമിനെ ആ സമയത്ത് കുൽദീപ് പുറത്താക്കിയതും ഇതേ രീതിയിലായിരുന്നു. ബട്ട്ലർ ഈ ലോകകപ്പിൽ ബാക്ക്ഫുട്ടിലാണ് കളിക്കാൻ ശ്രമിച്ചതെങ്കിൽ അന്ന് 2019 ബാബർ അസം ഫ്രണ്ട് ഫുട്ടിലായിരുന്നു എന്ന് മാത്രം. വിക്കറ്റ് ക്ലീൻ ബോൾഡ് ആയിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം ടീമിലേക്ക് തിരിച്ചെത്തിയ കുൽദീപ് പന്തുകൾ കൊണ്ട് വിസ്മയം തീർക്കുകയാണ് ഇപ്പോൾ എന്ന് നമുക്കറിയാം. 2014 UAE നടന്ന അണ്ടർ 17 ലോകകപ്പിൽ സ്കോട്ട്ലാൻഡിനെതിരെ ഹാട്രിക് നേടി ശ്രദ്ധയാകർഷിച്ച താരമാണ് കുൽദീപ് യാദവ്. മഹേന്ദ്ര സിംഗ് ധോണി ക്യാപ്റ്റനായിരുന്ന കാലത്തായിരുന്നു കുൽദീപ് ഇന്ത്യൻ ടീമിൽ ശ്രദ്ധേയനായത്. അന്ന് കുൽച്ച എന്ന കുൽദീപും ചഹാലും ചേർന്ന സഖ്യം പ്രശസ്തമായിരുന്നു. ആ സമയത്തെ പ്രധാന സ്പിന്നർമാരായിരുന്ന ഹർഭജൻ സിംഗിനെയും രവിചന്ദ്ര അശ്വിനെയും രവീന്ദ്ര ജഡേജയും ഒക്കെ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ നിന്നും മാറ്റി നിർത്തി ഇരുവരും ടീമിൽ സ്ഥിരമായിരുന്നു കുറച്ചുകാലം ആ സമയത്ത്. പിന്നീട് ഫോമൗട്ട് ആയെങ്കിലും ആ കാലത്ത് വിക്കറ്റുകൾ വാരിക്കൂട്ടിയിരുന്നു കുൽച്ച സഖ്യം. പിന്നീട് ഫോമൗട്ടിനെ തുടർന്ന് ടീമിൽ നിന്നും പുറത്തുപോയെങ്കിലും ആ കാലമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കുൽദീപ് ഇന്ത്യക്കായി വിസ്മയമൊരുക്കുകയാണ് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഇന്ന് ഗ്രൗണ്ടിൽ ഇപ്പോൾ. കുൽദീപ് കഴിഞ്ഞാൽ ഏകദിനത്തിൽ മാച്ച് ഫീയിലൂടെ കൂടുതൽ വരുമാനം ലഭിച്ച രണ്ടാമത്തെയാൾ യുവ ഓപ്പണിംഗ് സെൻസേഷൻ ശുഭ്മാൻ ഗില്ലാണ്. 29 മത്സരങ്ങളിൽ നിന്നും 1.74 കോടി രൂപയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഏകദിനത്തിൽ ബാറ്റിംഗിലും ഗംഭീര പ്രകടനമായിരുന്നു ഗിൽ ഈ വർഷം കാഴ്ചവെച്ചത്. ലോക ക്രിക്കറ്റിൽ തന്നെ 2023 ഏറ്റവും അധികം റൺസ് വാരിക്കൂട്ടിയത് ഗില്ലാണ്. 1584 റൺസാണ് ഏകദിനത്തിൽ ഗില്ലിന്റെ സമ്പാദ്യം ഈ വർഷം. 1500 മുകളിൽ റൺസ് ഈ വർഷം നേടിയ ഏക താരവും ശുഭ്മാൻ ഗിൽ തന്നെയാണ്. അതുപോലെ കൂടുതൽ മാച്ച് ഫീ ലഭിച്ചവരുടെ ലിസ്റ്റിൽ 3ാം സ്ഥാനം 3 പേർ ചേർന്ന് പങ്കിടുകയാണ്. 1 നായകൻ രോഹിത് ശർമ്മ, 2 വിരാട് കോഹ്ലി, പിന്നെയുള്ളത് സ്റ്റാർ ബാറ്റർ KL രാഹുൽ. ഇവരാണ് ഒപ്പത്തിനൊപ്പമുള്ളത്. 3 പേരും 27 ഏകദിനങ്ങളിലാണ് ഈ വർഷം ഇന്ത്യക്കായി കളിക്കാനിറങ്ങിയത്. ഇവയിൽ നിന്നും 1.62 കോടി രൂപ മാച്ച് ഫീ ആയി ലഭിക്കുകയും ചെയ്തു. അതിനു താഴെ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ 1.56 കോടി, പേസർ മുഹമ്മദ് സിറാജ് 1.5 കോടി, സൂര്യകുമാർ യാദവ് 1.26 കോടി, ശ്രേയസ് അയ്യർ ആൻഡ് ഹാർദിക് പാണ്ഡ്യ 1.2 കോടി എന്നിവരാണ് ഈ ലിസ്റ്റിൽ തുടർന്നുള്ള സ്ഥാനങ്ങളിൽ നിൽക്കുന്ന താരങ്ങൾ. ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ പരാജയപ്പെട്ടെങ്കിൽ കൂടി ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു വർഷം തന്നെയായിരുന്നു 2023. പ്രത്യേകിച്ചും ഏകദിനത്തിൽ മികച്ച പ്രകടനം തന്നെയാണ് ഈ വർഷം ഇന്ത്യ നടത്തിയത്. ലോകകപ്പിലെ 2ാം സ്ഥാനത്തിന് പുറമെ ഏഷ്യ കപ്പിൽ കിരീടം ചൂടാനും ഇന്ത്യക്ക് സാധിച്ചിരുന്നു.